Okay. Then yesterday we studied about government, government in a kurchu. Then central government and state government. Okay. Then all of you take your textbook and listen. States of India. India became an independent country on August 15, 1947. Earlier, it was ruled by the British. Independence gave us the right to choose or elect our own government. We elect a government called the Union or Central Government. The government looks after the security of the country. It also looks after the welfare of the people. Okay, India in 1947 August 15 we got freedom. We got freedom from British. After 1947 this India ruled by the British. അല്ലെ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നവരെ ഇന്ത്യ ഭരിച്ചത് ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു അല്ലെ? Yes. Then after this independence we got right to choose or elect our government. After the freedom we got a right to choose our government. നമുക്ക് നമ്മുടെ ഗവൺമെന്റിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു അധികാരം കിട്ടി. അതിനു മുമ്പ് 1947 മുൻപ് എങ്ങനെയായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു നമ്മൾ ഭരിച്ചത് അല്ലെ? നമ്മളെ ഭരിച്ചത്. അപ്പൊ നമ്മൾ അവര് പറയുന്ന ഒക്കെ കേൾക്കണമായിരുന്നു അല്ലെ? We obey the Britishers till 1947, before 1947. Then in 1947 August 15 we got freedom from British, and after this year we have a right to elect our government. നമുക്ക് ഗവൺമെന്റിനെ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഗവൺമെന്റിനെ എലക്ട് ചെയ്തിട്ട് തീരുമാനിക്കാനുള്ള ഒരു ഫ്രീഡം നമുക്ക് 1947 ശേഷം കിട്ടി. ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഗവൺമെന്റ് ലുക്സ് ആഫ്റ്റർ ദ സെക്യൂരിറ്റി ഓഫ് ദ കൺട്രി. ഗവൺമെന്റ് ആണ് നമ്മുടെ കൺട്രീനെ മുഴുവൻ നോക്കുന്നത് അല്ലെ? കൺട്രിയുടെ എല്ലാ കാര്യവും തീരുമാനിക്കുന്ന ആളാരാ? ഗവൺമെന്റ് ആണ്. മാത്രല്ല ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒന്നും കൂടിയാണ് ഇത് ഗവൺമെന്റ് അല്ലെ? Government looks after the country and looks after the welfare of the people. This government looks after the country. Countryനെ നോക്കി നടത്തുന്നു. At the same time looks after the welfare of the people. ജനങ്ങളെയും ജനങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ആര്? ഗവൺമെന്റ്. എന്ന് നോക്ക്, India is so big. It is not possible for a single government to understand and solve all the problems of the people. Therefore, after independence, our country was divided into small units called states. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യ is a big country അല്ലെ? ഇന്ത്യ is a big country. So, one government cannot solve the problems of Indians അല്ലെ? ഇന്ത്യ വലിയ കൺട്രി ആയതുകൊണ്ട് ഒരു ഗവൺമെന്റിന് ഒറ്റയ്ക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ പറ്റുമോ? ബുദ്ധിമുട്ടല്ലേ അല്ലെ? അപ്പൊ വലിയൊരു രാജ്യമാകുമ്പോ ഒരു ഗവൺമെന്റിന് ഒറ്റയ്ക്ക് ഇതിനെ നോക്കി നടത്തുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട് അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? Therefore, after independence, our country was divided into small units. അങ്ങനെ ഇന്ത്യ is a large country. So, after 1947, our country divided into small units called states. അങ്ങനെ 1947 ശേഷം ഇന്ത്യനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി അല്ലെ? ഇന്ത്യനെ ചെറിയ യൂണിറ്റ്സ് ആക്കി മാറ്റി നമ്മൾ എന്ത് പേര് പറയും? സ്റ്റേറ്റ്സ്. എന്താ പറയാ? Say loudly with me. States. സ്റ്റേറ്റ്സ് എന്ന് പറയും. അതായത് after 1947 we got freedom from British. Then after this year we have to right to elect our government. അല്ലെ? India is a big country, so one government cannot solve the problems of Indians. At that time, India divided into small units. That small units are called states. ഇങ്ങനെ ഇന്ത്യ ഒരുമിച്ച് ഒറ്റൊരു ഗവൺമെന്റ് ഭരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്ത്യനെ ചെറിയ ചെറിയ യൂണിറ്റ്സ് ആക്കി മാറ്റി. ആ യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? സ്റ്റേറ്റ്സ് അല്ലെ? അങ്ങനെ എത്ര സ്റ്റേറ്റ്സ് ഉണ്ട് ഇന്ത്യയില്? How many states in India? How many states in India? 29 states അല്ലെ? 29 states in India. Then some smaller parts of the country are under the control of central government. അങ്ങനെ സ്റ്റേറ്റ് ആക്കി മാറ്റി. മാത്രല്ല കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങൾ ആര് ഭരിക്കും? സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കും. ആ സെൻട്രൽ വലിയ ഒരു ഇന്ത്യനെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി. ആ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റിയതിനെ
സ്റ്റേറ്റ്സ് എന്ന് പറയുന്നു. വേറെ ചെറിയ യൂണിറ്റ്സ് ഉണ്ട് കേട്ടോ, സ്മോളർ യൂണിറ്റ്സ്. സ്മോളർ പാർട്സ് ഓഫ് ദ കൺട്രി ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ചെറിയ ചെറിയ പാർട്ടിനെ പറയുന്ന പേര് യൂണിയൻ ടെറിട്ടറീസ്. എന്താ പറയാ? ഓൾ ഓഫ് യു സേ ലൗഡ്ലി വിത്ത് മീ. യൂണിയൻ ടെറിട്ടറീസ്. പറഞ്ഞേ. യൂണിയൻ ടെറിട്ടറീസ്. Then India divided into അല്ലെങ്കിൽ two government. First one is state government. Second one is central government. Central government and state government are the two types of government. അല്ലെ? Two types of government. അതിൽ സ്റ്റേറ്റ് ഗവൺമെന്റില് ഓരോ സ്റ്റേറ്റും വരും. സെൻട്രൽ ഗവൺമെന്റിൽ ഉള്ളത് എന്താണോ? സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്ന ഏതാണെന്നറിയോ? യൂണിയൻ ടെറിട്ടറീസ്. യൂണിയൻ ടെറിട്ടറീസ്. അങ്ങനെ 29 സ്റ്റേറ്റ്സും 7 യൂണിയനും ടെറിട്ടറീസും ഉണ്ട്. എത്രയുള്ളത്? How many states in India? 29 states. How many union territories in India? സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്ന സ്മോളർ പാർട്സ് എത്ര ഉണ്ട്? 7 യൂണിയൻ ടെറിട്ടറീസ്. പറഞ്ഞേ. In India, 29 states and 7 union territories. All of you say loudly. 29 states and 7 union territories. അപ്പം സെൻട്രൽ ഗവൺമെന്റ് ഭരിക്കുന്ന, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ചെറിയ സ്മോളർ പാർട്സ് ഓഫ് ദ കൺട്രീനെ നമ്മൾ പറയും യൂണിയൻ ടെറിട്ടറീസ്. ഇനി thus we have two types of government, central and state government. അപ്പം എത്ര തരത്തിലുള്ള ഗവൺമെന്റ് ഉണ്ട് മക്കളെ? How many types of government? There are two types of government. There are how many types? എത്ര ടൈപ്പ് ഉണ്ട് ഗവൺമെന്റ്? Two types of government. Which are the two types of government? Which are the two types of government? Central government and state government. പറഞ്ഞേ. പറഞ്ഞേ. Central government and state government. How many state government? എത്ര state government ഉണ്ട്? 29 state government. അല്ലേ? 29 states in India. So 29 state government in India. So then 7 union territories in India. അല്ലേ? 29 states and 7 union territories in India. ഇനി നമ്മൾ ടൈപ്സ് ഓഫ് ഗവൺമെന്റ് പഠിച്ചു. അടുത്തത് ഓരോ ഗവൺമെന്റും എന്താന്ന് പഠിക്കണ്ടേ? റിലു ഒന്നിവിടെ ശ്രദ്ധിച്ചേ. ഫസ്റ്റ് വൺ, സെൻട്രൽ ഗവൺമെന്റ്. ലിസൺ. The officers of the central government are in New Delhi, the capital of India. The president, the vice president, the prime minister, the ministers and chief senior officers of the central government work and live in Delhi. The president of India lives in the Rashtrapati Bhavan. The central government helps the state governments when needed. The officers of the central government are in New Delhi. അതായത് സെൻട്രൽ ഗവൺമെന്റിലുള്ള സീനിയർ ഓഫീസേഴ്സ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിലുള്ള ഒഫീഷ്യൽ ഓഫീസേഴ്സ്, ഒഫീഷ്യൽ വർക്കേഴ്സ് എവിടെയാ താമസിക്കുക? പ്രൈം മിനിസ്റ്റർ, പിന്നെ എന്താ പ്രസിഡന്റ്, പിന്നെ അതർ മിനിസ്റ്റേഴ്സ്, ഇവരൊക്കെ എവിടെയാ താമസിക്കുക? ലിവ് ഇൻ ഡൽഹി. പറഞ്ഞേ. ഓഫീസേഴ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ലിവ് ഇൻ ഡൽഹി. ഓഫീസേഴ്സ് ആയിരിക്കാ? പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, പിന്നെ വൈസ് പ്രസിഡന്റ്, അല്ലെ? അങ്ങനെയുള്ള ഓഫീസർ ഒക്കെ ജീവിക്കുന്ന സ്ഥലം സെൻട്രൽ ഗവൺമെന്റിലെ ഈ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഒക്കെ ജീവിക്കുന്നത് എവിടെയാണ്? താമസിക്കുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഇനി and senior officers of the central government work and live in Delhi. The president of India live in the Rashtrapati Bhavan. അതായത് നമ്മുടെ പ്രസിഡന്റ് ഇല്ലേ, പ്രസിഡന്റ്, ഇന്ത്യയുടെ പ്രസിഡന്റ് താമസിക്കുന്നത് എവിടെയാണ്? രാഷ്ട്രപതി ഭവനിലാണ് താമസിക്കുക. എവിടെയാണ്? രാഷ്ട്രപതി ഭവൻ. അപ്പൊ നമ്മൾ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റിൽ എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്? എത്ര ഉണ്ട്? 7 union territories are there in central government. Then the senior or officers of the central government are works and live in Delhi. അതായത് സെൻട്രൽ ഗവൺമെന്റിലെ ഓഫീസേഴ്സ് താമസിക്കുന്നത് ഡൽഹിയിലാണ്, അവർ ജോലി ചെയ്യുന്നതും ഡൽഹിയിലാണ്. മനസ്സിലായോ? യെസ്. അതിൽ പ്രസിഡന്റ് എവിടെ താമസിക്കുക? രാഷ്ട്രപതി ഭവൻ, അല്ലെ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ലിവ് ഇൻ രാഷ്ട്രപതി ഭവൻ. മനസ്സിലായോ? ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുവേ. സെൻട്രൽ ഗവൺമെന്റിലെ ഓഫീസേഴ്സ് ഡൽഹിയിൽ താമസിക്കുന്നു. പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇവരൊക്കെ താമസിക്കുന്നത് ഡൽഹിയിലാണ്.
അതില് പ്രസിഡന്റ് താമസിക്കുന്ന എവിടെയാണ്? രാഷ്ട്രപതി ഭവൻ. കിട്ടിയോ? ഇനി ഈ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടല്ലോ എന്ത് ചെയ്യുന്നറിയോ? സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ സഹായിക്കുന്നത് ആരാ? സെൻട്രൽ ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആര് ഹെൽപ്പ് ചെയ്യും? സെൻട്രൽ ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യും അല്ലേ? അടുത്ത എടുക്കട്ടെ. നെക്സ്റ്റ് വൺ സ്റ്റേറ്റ് ഗവൺമെന്റ് കൂടെ പറയട്ടെ. യെസ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. There are 29 states in our country. Every state has its own capital and an elected government. Let us learn the names of the states and the capitals. എന്താ പറഞ്ഞത്? We already learned. There are 29 states in India. എത്ര states ഉണ്ട്? 29 states in India. Every state, each and every state has its own government. ഈ ഓരോ സ്റ്റേറ്റിനും ഓരോ ഗവൺമെന്റ് ഉണ്ട്. ഇന്ത്യക്ക് ഇന്ത്യയുടെ ഗവൺമെന്റ് ഉണ്ട്. പിന്നെയോ അല്ല സോറി, കേരളത്തിന് കേരളത്തിന്റെ ഗവൺമെന്റ് ഉണ്ട്. പിന്നെയോ കർണാടകക്ക് കർണാടകയുടെ ഗവൺമെന്റ് ഉണ്ട്. പിന്നെയോ ആസാമിന് ആസാമിന്റെ ഗവൺമെന്റ് ഉണ്ട് അല്ലെ? അപ്പൊ ഓരോ സ്റ്റേറ്റിനും അതിന്റെ ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ 29 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഉണ്ട്. അപ്പൊ എന്തുണ്ട്? 29 ഗവൺമെന്റ്സ് ഇൻ ഇന്ത്യ. മനസ്സിലായോ? അപ്പൊ മിസ് ഒന്നും കൂടെ പറയാൻ ശ്രദ്ധിക്കുക. നമ്മൾ പറഞ്ഞു two types of governments. Which are the two types of governments? Central government and state government. Central government le എത്ര സ്ഥലങ്ങളുണ്ട്? 7 union territories. പറഞ്ഞേ, there are 7 union territories in central government. Okay, there are 7 union territories in central government. Okay, yes. പിന്നെ പറഞ്ഞു there are no 29 states അല്ലെ in India. There are 29 states in India. അപ്പം there are 29 state government in India. മനസ്സിലായോ? Yes. The officers of the central government work and live in Delhi, the capital of India. Capital of India is Delhi. So officers of the central government work and live in Delhi. അതായത് ഇന്ത്യയുടെ ക്യാപിറ്റൽ ആയ ഡൽഹിയിലാണ് സെൻട്രൽ ഗവൺമെന്റിലെ ഓഫീസേഴ്സ് ജീവിക്കുക. അതായത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ഒക്കെ നമ്മുടെ നരേന്ദ്രമോദി അവരൊക്കെ ഇല്ലേ, അവരൊക്കെ താമസം എവിടെയാണ്? ഡൽഹിയിലാണ്. അതിൽ പ്രസിഡന്റ് താമസിക്കുന്നത് എവിടെയാണ്? രാഷ്ട്രപതി ഭവൻ അല്ലെ? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ലിവ് ഇൻ രാഷ്ട്രപതി ഭവൻ. ഓക്കെ, യെസ്. ഇനി നോക്ക്, all of you take page number 164. 164. ഓക്കെ, then 28 സ്റ്റേറ്റിന്റെ പേര് അവിടെ ഉണ്ട്. 29 കുറച്ച് നാൾ മുമ്പ് ആഡ് ചെയ്തതാണ്. അതിന്റെ പേര് നിങ്ങൾ കണ്ടുപിടിക്കാം. 29th സ്റ്റേറ്റ് ഏതാന്ന് അമ്മയോടോ അച്ഛനോടോ ചോദിച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റല് ഹൈദരാബാദ്. ആന്ധ്രാപ്രദേശ് ക്യാപിറ്റൽ ഹൈദരാബാദ്. അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ. ആസാം ദിസ്പൂർ. ബീഹാർ പാറ്റ്ന. ഛത്തീസ്ഗഡ് റായ്പൂർ. ഗോവ പനാജി. ഗുജറാത്ത് ഗാന്ധിനഗർ. ഹരിയാന ചണ്ഡീഗഡ്. ഹിമാചൽ പ്രദേശ് ഷിംല. ജമ്മു ആൻഡ് കാശ്മീർ ശ്രീനഗർ. പിന്നെയോ മറ്റേത് ജമ്മു. ജാർഖണ്ഡ് റാഞ്ചി. കർണാടക ബംഗളൂരു. കേരള തിരുവനന്തപുരം. മധ്യപ്രദേശ് ഭോപ്പാൽ. മഹാരാഷ്ട്ര മുംബൈ. മണിപ്പൂർ ഇംഫൽ. മേഘാലയ ഷില്ലോങ്. മിസോറാം ഐസ്വാൾ. നാഗാലാൻഡ് കോഹിമ. ഒഡീഷ ഭുവനേശ്വർ. പഞ്ചാബ് ചണ്ഡീഗഡ്. രാജസ്ഥാൻ ജയ്പൂർ. സിക്കിം ഗാംഗ്ടോക്ക്. തമിഴ്നാട് ചെന്നൈ. ത്രിപുര അഗർത്തല. ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ. ഉത്തർപ്രദേശ് ലക്നൗ. വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത. Then one more capital is there. Sorry, one more state and capital is there. Telangana is the last state. Then you find the capital of Telangana on next day. Okay, അടുത്ത ദിവസത്തേക്ക് തെലങ്കാനയുടെ ക്യാപിറ്റൽ ഏതാന്ന് കണ്ടുപിടിക്കാം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചത്? സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും പഠിച്ചു അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ. സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ വേഗം.
Muhammad Qais, are you talking there? Please read. Hey, Alan Matthew Dilip, please read. വായിച്ചോ? Finished? വായിച്ചു കഴിഞ്ഞോ? Toshin? Selna finished. Fawaz finished. Benita finished. Aditya KV? Mone finished? Finish ayo? No. Okay. Sana Mansoor finished. Muhammad Qais finished. Toshin? Yes. Aradhya Prajit? Benita? Yes. Benita finished. അപ്പൊ ഒന്നിവിടെ ശ്രദ്ധിക്കോ? Please listen me. I say once more. I repeat once more. All of you please listen me. നമ്മൾ പറഞ്ഞത് two types of government ആണ്. Two types of government. The names of two types of government are central government and state government. Central government and state government are the two types of government. Then central government എവിടെയാണ്? The officers of the central government work and live in Delhi. Delhi is the capital of India. Then 7 union territories are the control of central government. 7 union territories are under the control of central government. Central government in the control 7 union territories ഉണ്ട്. Then 29 states in India. Each state has one government. Each state has one government. ഇനി സെൻട്രൽ ഗവൺമെന്റിന്റെ നമ്മൾ പറഞ്ഞു ഓഫീസേഴ്സ് ഒക്കെ താമസിക്കുന്നത് ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹിയിലാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആൾക്കാർ എവിടെയാ താമസിക്കുക? ഏതിന്റെ ക്യാപിറ്റലായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് ഇന്ത്യയുടെ ആണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഓഫീസേഴ്സ് എവിടെയാ താമസിക്കുക? ക്യാപിറ്റൽ ഓഫ് കേരളയുടെ ആയിരിക്കും. കേരളയുടെ ക്യാപിറ്റൽ ഏതാ? വിച്ച് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള? തിരുവനന്തപുരം അല്ലേ? അപ്പം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആൾക്കാര്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മിനിസ്റ്റേഴ്സ് താമസിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് ക്യാപിറ്റലായ തിരുവനന്തപുരത്താണ്. അല്ലേ? The governor, the chief minister, other ministers and senior officers work and live in the state capital. അതായത് ഗവർണർ, ചീഫ് മിനിസ്റ്റർ, മറ്റുള്ള മിനിസ്റ്റേഴ്സ് ഇല്ലേ, ബാക്കിയുള്ള കുറെ മിനിസ്റ്റേഴ്സ് ഇല്ലേ, അവരൊക്കെ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആൾക്കാർ. ഇനി the state government looks after the welfare of the people living in that state. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്ന എന്താണ്? ആ സ്റ്റേറ്റിലുള്ള ആൾക്കാരുടെ, ആ സ്റ്റേറ്റിലുള്ള ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. മനസ്സിലായോ? കേരളത്തിലെ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ദെൻ തമിഴ്നാട് ഗവൺമെന്റ് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി പ്രവർത്തിക്കും. ദെൻ ആസാമിലേത് ആസാമിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അല്ലെ? ഈച്ച് ഗവൺമെന്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഗവൺമെന്റ്. ദാറ്റ് ഗവൺമെന്റ് ലുക്സ് ആഫ്റ്റർ ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. മനസ്സിലായോ? ഈച്ച് ഗവൺമെന്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഗവൺമെന്റ്. ഈച്ച്
state has its own government. ഓരോ സ്റ്റേറ്റിനും ഓരോ ഗവൺമെന്റ് ഉണ്ട്. That government looks after the people of the state. ആ ഗവൺമെന്റ് ആ സ്റ്റേറ്റിലെ ആൾക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. Okay? Yes. It provides healthcare and education and maintains law and order. This government, this state government, looks after the welfare of the people and provides healthcare and education. അതായത് ജനങ്ങളുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം നമുക്ക് വേണ്ട ഹെൽത്ത് കെയർ, ആരോഗ്യത്തിന് നമ്മുടെ ഹെൽത്തിന്റെ കെയർ നോക്കുന്നു, നമുക്ക് വേണ്ട വിദ്യാഭ്യാസം തരുന്നു. പിന്നെയോ ഇവിടെയുള്ള ലോ, നിയമങ്ങളുടെ വശങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ മനസ്സിലായോ? സെൻട്രൽ ഗവൺമെന്റിലെ ഹെഡ് എന്ന് പറയുന്ന ആരായിരിക്കും? പ്രൈം മിനിസ്റ്റർ ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റിലെ ഹെഡ് എന്ന് പറയുന്നത് ചീഫ് മിനിസ്റ്റർ ആണ്. സെൻട്രൽ ഗവൺമെന്റിലെ ഓഫീസേഴ്സ് താമസിക്കുന്നത് ഡൽഹിയിലാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസേഴ്സ് താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. അല്ലേ? പിന്നെ സെൻട്രൽ ഗവൺമെന്റില് 7 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റില് 29 സ്റ്റേറ്റ്സ് ഉണ്ട്. ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിലെ ദ ഓഫീസേഴ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് live in Delhi, live in and work in Delhi. At the same time, state officers of the state government live in Thiruvananthapuram. Then there are 7 union territories under the control of central government. Central government ന്റെ കീഴിലെ 7 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. എന്നാൽ സ്റ്റേറ്റ് ഗവൺമെന്റിൽ എത്രയുണ്ട്? എത്ര സ്റ്റേറ്റ്സ് ഉണ്ട്? 29 സ്റ്റേറ്റ്സ് ഉണ്ട്. ദെൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെഡായ പ്രൈം മിനിസ്റ്റർ ആണ്. പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ അത് ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. മനസ്സിലായോ? ഇനി നമ്മുടെ പ്രസിഡന്റ് താമസിക്കുന്നത് രാഷ്ട്രപതി ഭവൻ, ഡൽഹിയിലുള്ള രാഷ്ട്രപതി ഭവനിലാണ്. ഓക്കെ, മാറിപ്പോവോ ഇത്രയും? സിദ്ധാന്ത് കൃഷ്ണ മനസ്സിലായോ? മനസ്സിലായി. ഫാത്തിമത്ത് ഷഹ്മ മനസ്സിലായോ? ഷഹ്മക്കെ ഓക്കെ. ദെൻ പിന്നെ സന മൻസൂർ, സന മനസ്സിലായോ മിസ് പറഞ്ഞത്? ഓക്കെ. നിദ, ആരാധ്യ, അലൻ, റിലു, ആബിദ്, ജൂലിയറ്റ്, ആദിത്ത്, സെൽന, ഷഹ്മ, കൈസ്, എഡ്വിൻ തോമസ്, ജോയൽ, ഫാത്തിമത്ത് ഷഹ്മ, ജെവിൻ ജേക്കബ്, ഹസ്ന, മുഹമ്മദ് ഫവാസ്, ഐമി, റിലു ആബിദ്, സാമുവൽ, ഷാൽവിൻ, ആരോൺ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി മാറിപ്പോവോ? മറന്നുപോവോ? മറക്കില്ലല്ലോ? മറക്കുവോ? ഇല്ല. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? സെൻട്രൽ ഗവൺമെന്റ് എന്താണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, അല്ലെ? സെൻട്രൽ ഗവൺമെന്റ് എന്താന്ന് പഠിച്ചു, സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താന്ന് പഠിച്ചു, അത് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പഠിച്ചു, അല്ലെ? ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ആർ യു റെഡി ഫോർ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്? ആർ യു റെഡി? If you are ready, please show your thumb like this. Yes, okay. Yes. ആരോട് ചോദിക്കുക? ഫസ്റ്റ് വൺ ആരോട് ചോദിക്കും? ഫസ്റ്റ് വൺ സിദ്ധാന്തിനോട് ചോദിക്കാം. സിദ്ധാന്തേ, how many union territories are there under the control of central government? Central government ന്റെ കീഴിൽ എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് മോനെ? സിദ്ധാന്ത് കൃഷ്ണ, how many union territories are there under the control of central government? സിദ്ധാന്ത്, എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്? എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് സിദ്ധാന്ത്? സെല്ല, എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് മോളെ? ഹൗ മെനി യൂണിയൻ ടെറിട്ടറീസ്? അൺമ്യൂട്ട് ചെയ്തേ. 7 യൂണിയൻ ടെറിട്ടറീസ്. ആ 7 യൂണിയൻ ടെറിട്ടറീസിന്റെ പേര് എവിടെ ഉണ്ട് കേട്ടോ? അത് നാളെ വായിച്ചു തരാം. Then how many states in India? സന മൻസൂർ,
Unmute, unmute. How many states in India? 29 states in India. Which is the capital of Kerala? Amy. Capital of Kerala? Amy. Okay, Rilu Abid. Which is the capital of Kerala? Thiruvananthapuram. Then capital of India? Capital of Kerala. Capital of Kerala?